ഇന്ന് നമ്മളൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് ചെയ്യുന്നത്. വാലന്റൈൻസ് ഡേക്കൊക്കെ വേണ്ടിയിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും ചെയ്യാം. അതുപോലെ തന്നെ വാലന്റൈൻസ് ഡേക്ക് ഒക്കെ ആവുന്ന സമയത്ത് ഒരു ഹാർട്ട് ഷേപ്പിൽ കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഷേപ്പ് പാൻ കയ്യിലില്ലെങ്കിലും ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലേക്ക് കുറച്ച് ബട്ടർ മിൽക്ക് വേണം. അതായത് മോര് ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ നല്ല പുളിയില്ലാത്ത മോര് കയ്യിലുണ്ടെങ്കിൽ കുറച്ച് അതെടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അതിനായിട്ടൊരു 1/2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഫ്രഷ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്, റൂം ടെമ്പറേച്ചറിലുള്ളത്. ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കരുത് നമ്മൾ പാലിതിലേക്ക്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടുണ്ടെങ്കിൽ ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം എടുത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി, വൈറ്റ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ തൈര് കൂടെ ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാട്ടോ. നല്ല പുളിയുള്ളതാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാകും. കൂടി പോകരുത് ഒരിക്കലും. ഈ ഒരു തൈര് ഒരു ഇത്തിരി കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബട്ടർ മിൽക്ക് ആയി വരുന്ന സമയത്ത് ഒരു ഇത്തിരി കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടർ മിൽക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല. ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്ന ആദ്യ സമയത്ത് തന്നെ ഇതങ്ങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും അത് റെഡി ആയിക്കോളും. ഇനി ഇതിലേക്കുള്ള മൈദ കാര്യങ്ങളൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ, 1 കപ്പ് പ്ലസ് 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊക്കോ പൗഡർ എടുക്കുന്ന സമയത്ത് ഒരിക്കലും കൂടുതലായി പോകരുത്. ഇത്രയും മൈദയിലേക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ മാക്സിമം ഒരു 1.5 ടീസ്പൂൺ അത്രേ പാടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഹെർഷേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കൊക്കോ പൗഡർ എടുക്കുന്ന സമയത്ത് ഒരിക്കലും ഡാർക്ക് ആയിട്ടുള്ള, അതായത് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിനൊക്കെ വേണ്ടി വാങ്ങിക്കുന്ന ഡാർക്ക് കൊക്കോ പൗഡർ എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ നല്ലൊരു റെഡ് കളറിലുള്ള കേക്ക് കിട്ടില്ല. അപ്പം ഈ ഒരു 1 ടീസ്പൂൺ തന്നെ ഇതിലേക്ക് മതിയാകും. കൂടി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കേക്കിൻ്റെ നല്ലൊരു കളർ നഷ്ടപ്പെട്ടു പോകും. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ ബേക്കിംഗ് സോഡ മാത്രമാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് ഉണ്ടാവില്ല നമ്മൾ ഈ ഒരു കേക്കിന്. പിന്നെ ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഒന്നില്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ഇത്തിരി വിനാഗിരിയും ബേക്കിംഗ് സോഡ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കേക്ക് ബാറ്റർ ലാസ്റ്റ് റെഡി ആക്കുന്നുണ്ടല്ലോ, ആ ഒരു സമയത്ത് ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഇതിനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. എന്തായാലും ഇങ്ങനെ 1-2 പ്രാവശ്യം അരിച്ചാലാണ് നമ്മൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ പൊങ്ങി കിട്ടാനും അതുപോലെ തന്നെ നമ്മളിതിൽ കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ടല്ലോ അത് മൊത്തത്തിലൊന്ന് മിക്സായി കിട്ടാനും ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം അരിക്കുന്നത് നന്നായിരിക്കും. ഇങ്ങനെ റെഡിയാക്കിയതിന് ശേഷം ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം, മൊത്തത്തിലൊന്നങ്ങ് മിക്സ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് തുടങ്ങണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു കാര്യം ചെയ്ത് വെക്കണം. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180°C ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇപ്പോൾ ഞാനിവിടെ ഓവനിലല്ല ചെയ്യുന്നത്, ഇതുപോലത്തെ ഒരു പാനിലാണ് ചെയ്യുന്നത്, നമ്മൾ മുൻപൊക്കെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ സാധാരണ നമ്മൾ മുൻപത്തെ എല്ലാ കേക്കിൻ്റെ വീഡിയോയിലും ഓവനില്ലാതെ ചെയ്തപ്പോൾ ഇതുപോലത്തെ പാനിൽ അടിയിൽ ഉപ്പ് നിരത്തിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, ഉപ്പിട്ടിട്ട് ബേക്ക് ചെയ്തത്. അപ്പോൾ ഇത്തവണ ഉപ്പില്ലാതെയാണ് ചെയ്യുന്നത്. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു തട്ട് അടിയിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് അപ്പോൾ ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കുക. അതിനായിട്ട് ഞാനിവിടെ 50 ഗ്രാം അൺസാൾട്ടഡ് ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇതിൽ നിന്ന് നേർ പകുതി 50 ഗ്രാം മതി ഈ ഒരു കേക്കിലേക്ക് നമുക്ക്. ബട്ടർ എടുക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചറിലാണ്, അതായത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത തണുപ്പോട് കൂടെ എടുക്കരുത്. ഇതുപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം എടുക്കാൻ. ആദ്യം ഈ ബട്ടർ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉണ്ടായതുകൊണ്ട് എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ തടിത്തവി എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊന്നങ്ങ് സോഫ്റ്റായി കിട്ടണം ഇതുപോലെ. ബട്ടർ ഒന്നങ്ങ് സോഫ്റ്റ് ആവുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നത്. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് 1 കപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് കഴിയുമ്പോൾ 1 കപ്പ് പൊടി ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് ചേർത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ബട്ടറായിട്ട് മിക്സായി കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ട്. ഇത്തിരി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് റെഡി ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു ഡിസ്പോസിബിൾ പ്ലേറ്റിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പഞ്ചസാര ഇങ്ങനെ നമ്മൾ പതപ്പിക്കുന്ന സമയത്ത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ആ ഒരു കപ്പ് പഞ്ചസാരപ്പൊടിയും ആ ഒരു ബട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നല്ലൊരു ക്രീം പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പാച്ചിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ തവി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസുള്ള 2 മുട്ടയാണ് ചേർക്കാനുള്ളത്. മുട്ട ചേർക്കുമ്പോൾ എപ്പോഴും റൂം ടെമ്പറേച്ചർ തന്നെ ആയിരിക്കണം. അപ്പോൾ മുട്ട ആദ്യം ഒന്നങ്ങ് പൊട്ടിച്ച് വയ്ക്കുക. 2 ഒന്നിച്ച് ചേർക്കേണ്ട, ഓരോന്നങ്ങ് ബീറ്റ് ചെയ്ത് ചേർത്താൽ മതി. ബട്ടറിലേക്ക് മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. രണ്ടാമത്തെ മുട്ട കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 അല്ലെങ്കിൽ 1 ടീസ്പൂൺ ആയാലും മതി, ഫ്ലേവർ നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മുട്ടയുടെ ആ ഒരു പൊട്ടമണൊക്കെ അങ്ങ് മാറിക്കിട്ടും, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, ഏകദേശം ഒരു മിനിറ്റിൻ്റെ അടുത്തങ്ങ് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. അതിൻ്റെ കൂടെ തന്നെ ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് ചെറിയ സ്പീഡിൽ, ഓയിലൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈ സ്പീഡിൽ ഇടണ്ട, ചെറിയ സ്പീഡിൽ ഒന്നങ്ങ് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഓയിൽ നന്നായിട്ട് മിക്സ് ആവുന്ന സമയത്ത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, അത് ഞാൻ ഒന്ന് മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾ പാല് പോലെ തോന്നുന്നത്. അതും ഇതിലേക്ക് ചെറിയ സ്പീഡിൽ തന്നെ ഒന്നങ്ങ് മൊത്തത്തിൽ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആദ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒന്നിച്ച് ചേർക്കേണ്ട, ഒരു 3-4 പ്രാവശ്യമായിട്ട് കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്താൽ മതി. ബീറ്ററിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, കട്ട കെട്ടാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പൊടി ആദ്യം ഇടുന്ന സമയത്ത് ഒരു കട്ട കെട്ടുന്ന പോലെ തോന്നും, പക്ഷെ മൊത്തത്തിൽ മൈദ ഇട്ട് മിക്സ് ചെയ്ത് വരുന്ന സമയത്തേക്ക് കറക്റ്റായിട്ട് മിക്സ് ആക്കുകയാണെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്കുള്ള കളറാണ് ചേർക്കുന്നത്. റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല കളർ വേണം ഇതിലേക്ക്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ക്രിസ്മസ് റെഡ് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. അത്രയ്ക്ക് പോരാ, ഐസിങ് കളറാണ്, നല്ലൊരു പെർഫെക്റ്റ് കളറല്ല. ശരിക്കും സൂപ്പർ റെഡ്, അതുപോലെ തന്നെ ടൊമാറ്റോ റെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടിലൊക്കെ നല്ല കളർ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പോൾ ഞാനിവിടെ കിട്ടിയത് ഇതായതുകൊണ്ട് കുറച്ച് ഇത് എടുത്തിട്ടുണ്ട്. ഇവിടെ ഷാർജയിലൊക്കെ സൂപ്പർ റെഡ് കിട്ടുന്നുണ്ടെന്ന് കേട്ടിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു ടൊമാറ്റോ റെഡ് കളർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് മുൻപ് കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ഇത്തിരി ബാക്കിയുണ്ട്, അപ്പോൾ അതുകൂടെ ചേർത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഈ ഒരു ടൊമാറ്റോ റെഡ് മാത്രം ഒഴിച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ കേക്കിന്. അപ്പോൾ കളർ എത്ര വേണമെന്നുള്ളത് നമ്മൾ ഇഷ്ടത്തിന് ചേർത്താൽ മതി. എല്ലാവർക്കും ഇപ്പോൾ നല്ല കളർ വേണമെന്നൊന്നും ഉണ്ടാവില്ല, കാരണം ഒരിക്കലും ഹെൽത്തി അല്ല കളർ എന്ന് പറയുന്നത്. പിന്നെ വർഷത്തിലൊരു പ്രാവശ്യമൊക്കെയല്ലേ ഉണ്ടാക്കുന്നതെന്ന് നോക്കുമ്പോൾ വേണമെങ്കിൽ ഇതുപോലെ കളർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ അത്യാവശ്യം കളറൊക്കെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ജെൽ കളർ 1/2 ടീസ്പൂണും ഇതൊരു 1 ടേബിൾ സ്പൂണും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഒരു സോഫ്റ്റ് കറക്റ്റ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് നേരം മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള കേക്ക് ടിന്നാണിത്. ഇവിടെ ഇപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. 7 ഇഞ്ച് ആണെങ്കിൽ അത് മതി കേട്ടോ. ഇതാകുമ്പോൾ ഒരുപാട് ഹൈറ്റുള്ള കേക്ക് നമുക്ക് കിട്ടില്ല, കേക്കിൻ്റെ വലിപ്പം കുറച്ച് കുറഞ്ഞു പോകും. അപ്പോൾ ഇത് നമ്മൾ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന പാനുണ്ടല്ലോ, അത് നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. അടച്ച് വെച്ച ഉടനെ ഒരു 1-2 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. കാരണം ആ ഒരു ചൂട് കറക്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആയിട്ട് കേക്കിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 അല്ലെങ്കിൽ ഒരു 35 മിനിറ്റ്, കൂടി വന്നാൽ ഒരു 40 മിനിറ്റ്, ഓരോരുത്തരുടെ ഗ്യാസിലെ തീക്കൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓവനിലാണെങ്കിൽ ഒരു 160 അല്ലെങ്കിൽ 170 ഡിഗ്രിയിൽ 30-35 മിനിറ്റ് മതിയാവും. ഇവിടെ ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം ഒരു 43 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ കുത്തി വെക്കുന്ന സമയത്ത് കേക്കിൻ്റെ ബാറ്റർ സ്ക്വയറിലൊന്നും ഇല്ല, കറക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ബാറ്റർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളത് കറക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ പുറത്തെടുത്തിട്ടുണ്ട്, നമുക്കിതിൽ നിന്ന് മാറ്റാം. ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ ബട്ടർ പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ടർ പേപ്പർ സൈഡിൽ വേണം നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നേ ഉള്ളൂ. അടിഭാഗത്ത് ബട്ടർ പേപ്പർ ഉണ്ടായാൽ മതി. ഇതൊന്നങ്ങ് ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമല്ല, നന്നായിട്ട് തന്നെ ചൂടാറണം, എന്നിട്ട് നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബേക്കിംഗ് പൗഡർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹൈറ്റ് അത്രയ്ക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ല ഹൈറ്റുള്ള കേക്ക്, വലിയ കേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അളവൊക്കെ കൂടുതൽ എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ അത് കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ചെറുതായിട്ടൊന്നങ്ങ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് കളയേണ്ട ആവശ്യമില്ല, നമുക്ക് ലാസ്റ്റ് കേക്കിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് പൊടിച്ചിട്ട് മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഈ കേക്ക് ഒരു 2ആയിട്ട് മുറിച്ചെടുക്കുക. ഇനി മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കേക്കിൻ്റെ പൊടി കൂടുതൽ വേണം, ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഇവിടുന്ന് മുറിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 പീസായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. നമ്മളെ കേക്ക് അധികം ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ 3ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവില്ല, 2 ലെയറിനായിരിക്കും കറക്റ്റായിട്ട് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇവിടെ 8 ഇഞ്ചിൻ്റെ കേക്ക് ടീനിലാണല്ലോ റെഡി ആക്കിയിട്ടുണ്ടായിരുന്ന കേക്ക്, അതുകൊണ്ട് തന്നെ അത് 2 ലെയറായിട്ട് കട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നുള്ളൂ. 7 ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 ലെയറായിട്ട് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു എക്സ്ട്രാ ഒരു ലെയർ കേക്ക് കൂടി എടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു വലിപ്പത്തിൽ ഒരു പീസ് കേക്ക് എടുത്തു എന്നുള്ളത് ഒരു നിർബന്ധമില്ല, കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ഒരു 3 ലെയർ ഉണ്ടാവാനും. അപ്പോൾ ഇതിൻ്റെ കളർ ഒരു ഇത്തിരി വ്യത്യാസമുണ്ട്, കാരണം ഞാൻ രണ്ടാമതെടുത്ത കേക്കിൽ ടൊമാറ്റോ റെഡ് കളർ മാത്രമേ ചേർത്തിട്ടുള്ളൂ, ആദ്യത്തെ പോലത്തെ 2 കൂടെ മിക്സ് അല്ല, അതുകൊണ്ടാണ്.
ഇനിയിപ്പോൾ ഐസിങ് ചെയ്യാനായിട്ടുള്ള ക്രീം റെഡിയാക്കി എടുക്കണം. റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫിലാഡൽഫിയയുടെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. റെഗുലർ എന്ന് പറയുന്നതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. റെഗുലറും വരും ലൈറ്റും വരും. അപ്പോൾ ഈ ഒരു റെഗുലറിന് വരുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഫിലാഡൽഫിയ തന്നെ വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്ത് കിട്ടുന്നത് ഓരോ ബ്രാൻഡിലായിരിക്കും. ഇപ്പോൾ ഇവിടെ കിട്ടുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇത് കുറച്ചൊരു ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മാക്രോപോണൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് എടുക്കുമായിരിക്കും, കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇതും കുഴപ്പമില്ല അതും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഏതാണോ ബെസ്റ്റ് തോന്നുന്നത് അത് ഉപയോഗിക്കുക കേട്ടോ. ക്രീം ചീസ് ആയാൽ മതി. ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുകയാണെങ്കിൽ മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഒരു 300 ഗ്രാമിൻ്റെ പാക്കാണ്. ഇതിൽ നിന്നൊരു നേർ പകുതിയാണ് കേട്ടോ എടുക്കുന്നത്. 150 ഗ്രാമാണ് ഞാൻ ഈ ഒരു ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ നേർ പകുതി അങ്ങ് എടുത്താൽ മതി. കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്കെയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം ക്രീം ചീസ് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ചെയ്ത് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നത്. രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്താൽ ഭയങ്കര ലൂസായിട്ട് കറക്റ്റ് ആ ഒരു വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ആദ്യം ഇതങ്ങ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതെന്ന് വെച്ചാൽ ഒരുപാട് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഒന്നങ്ങ് മിക്സായി കിട്ടിയാൽ മതി. ഈ ഒരു ക്രീം ചീസിൻ്റെ കൂടെ ഞാനൊരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടെ ചേർക്കാം. മധുരം നോക്കിയിട്ട് മതി. നമ്മൾ ചീസിന് ലൈറ്റായിട്ടൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ക്രീം ചീസിൻ്റെ ടേസ്റ്റ് അത് തന്നെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമില്ല കേട്ടോ. കാരണം വിപ്പിംഗ് ക്രീമിന് മധുരം ഉണ്ടാവും. പക്ഷെ ഞാൻ ഒരു ഇത്തിരി ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതും അത്രയ്ക്ക് നിർബന്ധമില്ല. കാരണം ക്രീം ചീസിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് വേണമെന്നില്ല. പക്ഷെ എനിക്ക് ഒരു വാനില ഫ്ലേവർ വരുന്നതാണ് കുറച്ചുകൂടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് മൊത്തത്തിൽ ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. അടുത്തതിന് വിപ്പിംഗ് ക്രീമാണ് റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പം 250 ml ഉണ്ടാവും കേട്ടോ. നമുക്ക് അത്യാവശ്യം ഒന്ന് ക്രീമായി കിട്ടണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് അത്യാവശ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.25 കപ്പ് വരെ എടുക്കാം. ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. മാക്ടോപ്പിൻ്റെ ക്രീം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുൻപത്തെ വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതായത് ഇതിലേക്ക് പഞ്ചസാര അല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ കറക്റ്റ് മധുരം അതുപോലെ തന്നെ വാനില ഫ്ലേവറും എല്ലാം ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം റെഡിയാക്കി വെച്ച ക്രീം ചീസ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്നിച്ച് ചേർക്കണ്ട, കാരണം ഈ ഒരു ക്രീം ചീസും വിപ്പിംഗ് ക്രീമും കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ആയി കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക മൊത്തത്തിൽ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യം ഒരു കേക്കിൻ്റെ ബേസിലേക്ക് ഒരു ഇത്തിരി ക്രീം ആക്കി കൊടുക്കുക. കേക്ക് വെക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു പീസ് കേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ എല്ലാ കേക്കിലും ചെയ്യുന്ന പോലെ തന്നെ കുറച്ചൊരു ഷുഗർ സിറപ്പ് വേണം. അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് തിളപ്പിക്കൊന്നും വേണ്ട, ഒന്നങ്ങ് തിളപ്പിച്ചിട്ട് നന്നായിട്ട് ചൂടാറിയതിന് ശേഷമുള്ള വെള്ളമാണ് കേട്ടത്. പിന്നെ സാധാരണ നമ്മൾ കോരി ഒഴിക്കുന്ന പോലെ ഒരുപാട് ഒഴിക്കുന്നില്ല, കാരണം അല്ലാതെ തന്നെ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് 2-3 ദിവസമൊക്കെ വെച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പിൻ്റെ അളവ് കൂട്ടിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബ്രഷ് ചെയ്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ക്രീം ഉണ്ടല്ലോ അതാക്കി കൊടുക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇതിലേക്ക് തേച്ച് കൊടുക്കാൻ കഴിയുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്താൽ മതി കേട്ടോ. മൊത്തത്തിലൊന്നങ്ങ് ആക്കി കൊടുക്കാം. ഇങ്ങനെ ആക്കിയതിന് ശേഷം അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുക്കുക. ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ്, അതിൻ്റെ മുകളിൽ ക്രീം, അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. വേറെ കാര്യങ്ങളൊന്നും ഇടയ്ക്കൊന്നും ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല. 3ാമത്തെ പീസ് കേക്കും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മേലെ ക്രീം ഇപ്പോൾ തേക്കണ്ട കേട്ടോ, സോറി ഞാനത് വിട്ടുപോയി, കാരണം നമുക്ക് ഹാർട്ട് ഷേപ്പ് ആക്കി എടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ മുകളിൽ ഇപ്പം തന്നെ ക്രീം ആക്കി റെഡി ആവില്ല, അതുകൊണ്ട് ആ ക്രീം അങ്ങ് തൊട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഹാർട്ട് ഷേപ്പ് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കത്തി കൊണ്ട് ആദ്യം ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു അടയാളം കൊടുക്കുക, കറക്റ്റ് ഒരു അളവിൽ കിട്ടാനായിട്ടോ. അതായത് നമുക്ക് 2 സൈഡൊന്ന് മുറിച്ച് മാറ്റണം. ഹാർട്ട് ഷേപ്പിൻ്റെ താഴ്ഭാഗം വരുന്നുണ്ടല്ലോ അതുപോലെ അവന് ഇവിടം തൊട്ട് ഇവിടം വരെ കറക്റ്റ് ഒന്ന് മുറിക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലും നമ്മൾ വരഞ്ഞ് ജസ്റ്റ് അടയാളം വെച്ചിട്ടുണ്ടല്ലോ ഇവിടുന്ന് ഇങ്ങോട്ടും മുറിക്കുക. മുറിക്കുന്ന സമയത്ത് ഈ ഒരു 2 സൈഡിൽ ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുക. കൈയൊന്നങ്ങ് പ്രസ് ചെയ്തിട്ട് മുറിച്ച് കൊടുക്കുക. അത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. കണ്ടോ, മുറിക്കുന്ന സമയത്ത് ഇങ്ങനെ കിട്ടണം നമുക്ക്. എന്നിട്ട് ഹാർട്ട് ഷേപ്പിൻ്റെ ഈ ഒരു ഭാഗം ആ ഒരു ലെവൽ കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ കറക്റ്റ് നേരെ ഇങ്ങ് വന്ന വരയുണ്ടല്ലോ കത്തി കൊണ്ട് അടയാളപ്പെടുത്തിയ അതിൻ്റെ ആ ഒരു ലൈനിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു കത്തി ഉപയോഗിച്ചിട്ട് 2 സൈഡ് ചെറുതായിട്ടൊന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കാം.
അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഐഡിയ കിട്ടും. നമുക്ക് ഇതുപോലെ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് അങ്ങ് മുറിച്ചെടുക്കാനായിട്ടാണ്. നമ്മൾ ആ ഒരു ഷേപ്പ് കറക്റ്റ് ഇങ്ങനെ ലെവലാക്കി വരുമ്പോൾ റെഡി ആവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മുറിച്ചെടുത്തിട്ടുള്ള കേക്കിൻ്റെ പീസ് ഉണ്ടല്ലോ, അത് ഇതുപോലെ രണ്ട് സൈഡിൽ അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കണമെന്നുണ്ട്, ഇങ്ങനെ ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ആ ഒരു ഭാഗത്ത് ക്രീം ചെയ്യണം. അപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും നമ്മൾ ക്രീം കുറച്ചങ്ങ് ആക്കി കൊടുക്കാം. അത് കറക്റ്റ് ഇങ്ങനെ ഒട്ടി നിൽക്കേണ്ട, അതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സൈഡ് ഇങ്ങ് തിരിച്ച് വെച്ചിട്ട് ഈ ആ ഒരു കറക്റ്റ് ഭാഗത്ത് ഞാനിങ്ങനെ ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ 2 പീസ് കേക്ക് കറക്റ്റ് അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് 2 ഭാഗത്തും ക്രീം ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പീസ് കേക്ക് എടുത്തിട്ട് ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മടക്കുന്ന പോലെ, അതായത് ഇങ്ങനെ അങ്ങ് ആക്കി കൊടുത്തപ്പോഴാണ് അത് കറക്റ്റായിട്ട് അവിടെ ഒട്ടി കിട്ടുക, ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടുക. ഒന്ന് ഇങ്ങനെ അങ്ങ് ആക്കിയിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടത് അവിടെ കറക്റ്റായിട്ട് അങ്ങനെ ഒട്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പീസ് കേക്കും അങ്ങോട്ട് കറക്റ്റ് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ഏകദേശം ഒരു ഹാർട്ട് ഷേപ്പിലേക്ക് വന്നില്ല. ഇനി ചെയ്യാനൊന്നുമില്ല, കാരണം നമ്മൾ ബാക്കിയുള്ള ക്രീം കൊണ്ട് മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്തെടുക്കാം. ഈ കേക്ക് ഞാൻ ആദ്യം ഒരു ചെറിയ റൗണ്ട് ബേസിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊരു വലിയ ബേസിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ, ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. ക്രീം മൊത്തത്തിലാക്കുന്ന സമയത്ത് എങ്ങനെയാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യട്ടെ. നമുക്ക് കറക്റ്റ് അങ്ങ് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ ക്യൂക്ക് ഐസിങ് ടിപ്പ് ഉണ്ടായതുകൊണ്ട് അത് വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങ് ക്രീം കൊടുത്തതിന് ശേഷം കേക്ക് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് ലെവൽ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ കഴിയുന്നത്ര ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കാനായിട്ട് നോക്കാം. ഇപ്പോൾ കാണുന്ന സമയത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഹാർട്ട് ഷേപ്പിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക ഐസിങ്ങിൽ. ഞാനിപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിൻ്റെ പീസ് മിക്സിയിലിട്ടിട്ട് ഒന്നങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് പൊടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അങ്ങ് കറക്കിയെടുത്താൽ മതി. ആ ഒരു ബാക്ക് ബട്ടൺ ഞെക്കിയിട്ട് ഒന്നങ്ങ് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല ഫൈനായിട്ട് പൊടിഞ്ഞു കിട്ടും. ആ കേക്കിൻ്റെ പൊടി ഇതിൻ്റെ മുകളിലേക്ക് ഇടുന്ന സമയത്ത് ഒരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ടും തട്ടി കൊടുക്കുകയാണെങ്കിൽ കാണുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഭംഗിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ ഈ ഒരു കേക്കിൻ്റെ പൊടി കൊണ്ടാണ് ഇത് കവർ ചെയ്യുന്നത്. കാര്യമായിട്ട് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ സൈഡിലേക്കൊക്കെ എത്താനായിട്ട് ഇതുപോലെ കേക്ക് സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്നങ്ങ് കേക്ക് ബോർഡ് പൊന്തിച്ചിട്ട് അതിൻ്റെ സൈഡിലേക്കൊക്കെ മൊത്തത്തിലൊന്ന് ആക്കിയെടുക്കുക, അങ്ങനെ കൊട്ടിയെടുക്കാൻ. ഇപ്പോൾ അത്യാവശ്യമൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ആ ഒരു ബാക്കി വന്നിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു കേക്കിൻ്റെ പൊടി കുറച്ചിങ്ങ് തുടച്ചെടുക്കാം. ഈ കേക്കിൻ്റെ ഏറ്റവും അടിഭാഗത്ത് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കേക്കിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് കുറച്ചൊരു കട്ടിയിൽ തന്നെ ഞാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കാണുന്ന സമയത്ത് കുറച്ചൊരു ഭംഗി ഉണ്ടാവും. മൊത്തത്തിൽ അങ്ങ് തുടച്ച് കളഞ്ഞിട്ടില്ല, സൈഡിൽ അങ്ങനെ വെച്ചിട്ട് ബാക്കിയാണ് കളഞ്ഞിട്ടുള്ളത്. കേക്കിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കുക്കി കട്ടർ വെച്ചിട്ടുണ്ട്, ഹാർട്ട് ഷേപ്പിലുള്ളത് തന്നെ. അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു കേക്കിൻ്റെ പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ബാക്കിയുള്ള കുറച്ചൊരു കേക്കിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഈ കേക്കിൻ്റെ പൊടി എന്താ പറയുക, ഈ ഒരു കളറിലുള്ളത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജെൽ കളർ കൂടെ ചേർത്തിട്ടുള്ള കേക്കിൻ്റെ പൊടിയാണ്. അത് കുറച്ചൊരു ഡാർക്ക് കളറാണ്. ടൊമാറ്റോ റെഡ് മാത്രം ചേർത്തിട്ടുള്ള കേക്കിൻ്റെ പൊടിയാണ് നമ്മൾ ആദ്യം മൊത്തത്തിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ അതാണ് നല്ലൊരു കളറിൽ കാണുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ആ ഒരു പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഇട്ടതിന് ശേഷം ഈ ഒരു കുക്കി കട്ടർ അങ്ങ് പൊക്കിയെടുക്കുക. അപ്പോൾ ആ ഒരു ഹാർട്ട് ഷേപ്പിൽ കുറച്ച് പൊടി അവിടെ അങ്ങനെ കുറച്ചൊരു ഭംഗിയിൽ കിടക്കും. അത്രയേ ഉള്ളൂ. ഇത് ഇനി ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിലേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോഴാണ് കറക്റ്റായി സെറ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിട്ട് കിട്ടുക. കേക്കിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള 1-2 ഡെക്കറേഷൻ ഇതുപോലെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും മെൽട്ടാക്കിയതിന് ശേഷം ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വെക്കാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഈ കേക്ക് മുറിച്ച് കഴിക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ ഒരു കോമൺ റെസിപ്പിയാണ്, നല്ല പോപ്പുലർ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പുതുമ കാര്യങ്ങളൊന്നുമില്ല, നമ്മളെ റെസിപ്പിയിലും സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും ചെയ്യുന്നതൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറേ ആളുകളൊക്കെ ചെയ്യുന്നവന്നെ ആയിരിക്കും, എന്നാലും ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്